നമസ്കാരം. ന്യൂ ഇയറിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട അവസ്ഥ പ്രേക്ഷകരെപ്പോഴാണ് കാണുന്നത്. കാര്യം ഒരുപാട് ആളുകൾ വിളിച്ച് അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നൊരു കാര്യം, അവസ്ഥ വെബ് സീരീസ് എന്താ നിർത്തിയോ, എന്താ പുതിയ എപ്പിസോഡൊന്നും വരാത്തതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. കാര്യമൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് തന്നെ എല്ലാവരും സിനിമാ മോഹികളാണല്ലോ. അപ്പോൾ സിനിമകളിൽ സജീവമാവുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് നമ്മുടെ ഈ വെബ് സീരീസ് കൊണ്ട് നമ്മളെല്ലാവരും ഈ അവസ്ഥ ടീമിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ദൈവം സഹായിച്ച് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ഉയരെ എന്ന സിനിമയ്ക്ക് ശേഷം മനു അശോക് ടോവിനോ തോമസിനെ നായകനാക്കി ചെയ്യുന്ന കാണേ കാണേ എന്ന ചിത്രത്തിലൊരു കുഞ്ഞു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കിട്ടി. അതിനുശേഷം KS ഹരിഹരൻ സാറ് സംവിധാനം ചെയ്യുന്ന കാളച്ചേകൻ എന്ന് പറയുന്ന സിനിമ പാലക്കാട്, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ സുനിൽ പൊറ്റമൽ സംവിധാനം ചെയ്യുന്ന പ്രതി നിരപരാധിയാണോ എന്ന സിനിമയുടെ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ഞാൻ മാത്രമല്ല, നമ്മുടെ ടീമിലുള്ള ദേവരാജും അതുപോലെ തന്നെ കബീർക്കയും പിന്നെ മറ്റ് പല ആർട്ടിസ്റ്റുകളും ഇപ്പോൾ സിനിമകളും പിന്നെ ചാനൽ ഷോകളും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ ഈ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ അവസ്ഥ എന്ന് പറയുന്ന വെബ് സീരീസ് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത്. വൈകാതെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ടീം തിരിച്ചു വരും. അടുത്ത ആഴ്ച തന്നെ നമ്മുടെ പുതിയ എപ്പിസോഡുകളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം. താങ്ക് യു. Ready? Rolling. Action. പ്രിയമുള്ളവരെ, നമസ്കാരം. ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ തന്നതും അതുകൂടാതെ ഞങ്ങളൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയതുമായ വർക്കാണ് മില്ലേനിയം ഓഡിയോസ് ആൻഡ് വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന വെബ് സീരീസ്. 31 എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇപ്പം ഈ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് വർക്കുകളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഒരു 2 എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിൽ കണ്ടിന്യൂസ് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു ചെറിയ സിനിമയൊക്കെ കിട്ടി. പിന്നെ 2-3 ഷോർട്ട് ഫിലിമുകളൊക്കെ ഒന്ന് അഭിനയിച്ചു, ഞാനും പ്രദീപും ദേവനും ഒക്കെ. അപ്പോൾ ടീം അംഗങ്ങൾ ഇങ്ങനെ ചെറിയ തിരക്കിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ 2 എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയാതെ പോയത്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചകളിൽ ഇനിയും ഞങ്ങളുടെ അവസ്ഥ വെബ് സീരീസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഇതുവരെ ഉണ്ടായ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനം ഞങ്ങൾക്കുണ്ടായിരിക്കണം. താങ്ക് യു. Rolling. Action. പ്രതിയോടെ നോക്കിയാൽ മതി. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ റെഡി ആയില്ലോ. പൊക്കിക്കോളി പൊക്കി പിടിച്ചാൽ ഞാൻ പറയുമ്പോൾ നല്ല കേട്ടോ. റെഡി. റോളിംഗ്. റെഡി അല്ലേ? റെഡിയാ? നമസ്കാരം. നമ്മളിങ്ങനെ അവസ്ഥ 31 എപ്പിസോഡുകളിൽ എത്തി നിൽക്കുകയാണ്. ആ തുടക്കം മുതൽ ഇങ്ങോട്ട് ഓരോ ആഴ്ചകളിലും നിങ്ങളാവുന്ന പ്രേക്ഷകർ തന്നിട്ടുള്ള നല്ല പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും നിർദ്ദേശങ്ങളും, സ്വീകരിക്കാവുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ എപ്പിസോഡും മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ 1-ാം തീയതി നമ്മുടെ ഒരു എപ്പിസോഡ് എത്തിയിട്ടില്ല. ഈ ആഴ്ചയും ഇങ്ങനെയുള്ള ഒരു ബൈറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അവസ്ഥ തുടങ്ങി ഇങ്ങോട്ടുള്ള നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രദീപാണെങ്കിലും കബീർക്കയാണെങ്കിലും നമ്മുടെ ക്യാമറമാൻ അശോക് ആണെങ്കിലും മറ്റു കലാകാരന്മാരൊക്കെ പല വിധത്തിൽ മറ്റു പല വർക്കുകളായിട്ട് തിരക്കുകളും അതിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതിനിടയിൽ നമ്മളെല്ലാവരും ഒരു ടീം വർക്കാകുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയത്ത്
ഉണ്ടാകുന്നൊരു ഔട്ട്പുട്ട്. അതാണ് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം, ഒരു കൂട്ടായ്മയുടെ വിജയം എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്തായാലും ഒരുപാട് ആൾക്കാർ ചോദിക്കും, മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ വാട്സാപ്പിലും ഫോൺ ചെയ്തൊക്കെ ചോദിക്കാറുണ്ടല്ലോ, എന്താണ് ഒരാഴ്ച ഈ ആഴ്ച ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം അത് ഒരിക്കലും നമ്മൾ ഇത് അവസാനിപ്പിച്ച് പോവുക എന്നുള്ളതല്ല. വീണ്ടും അടുത്ത ആഴ്ച ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള തിരോധാനം എന്ന് പറയുന്ന എപ്പിസോഡാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വരുന്ന വെള്ളിയാഴ്ച ഒരു പുതിയ അവസ്ഥയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും. അപ്പം എന്തായാലും ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പിന്തുണയും, അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും തുടർന്നും വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ 31 എപ്പിസോഡുകളിൽ എത്തി നിൽക്കുമ്പോഴും ഞങ്ങളുടെ ചെറിയ സങ്കടം എന്ന് പറയുന്നത് പലരും അത് പല കമൻറ്റുകളിലായിട്ട് തന്നിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ട് ഈ ചാനലിന് വേണ്ടത്ര റീച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, ഇങ്ങനെ ഒരു ചെറിയൊരു ടീമുണ്ട്, വലിയ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം നിൽക്കുക. താങ്ക് യു.